അനുമോളുടെ കല്യാണം എന്നാണ്? ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ നിരന്തരം അനുമോളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അനുമോളുടെ ഏറ്റവും അടുത്ത ഇന്റർവ്യൂ നടന്നത് ലക്ഷ്മി നക്ഷത്രയുമായിട്ടാണ്. ആ ഇന്റർവ്യൂവിലാണ് മനസ്സ് തുറന്ന് അനുമോൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞത്. ബിഗ് ബോസിന് ശേഷം അങ്ങനെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും താൻ അനുഭവിച്ച ട്രോമയോ അങ്ങനെ ഒന്നും അനുമോൾ തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരുപാട് ട്രോമ അനുഭവിച്ച ആളാണ് അനുമോൾ. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ ശക്തിയായിട്ട് മുന്നോട്ട് വന്ന് തിരിച്ച് തൻ്റെ കരിയർ വെട്ടിപ്പിടിച്ച ആളാണ് അനുമോൾ. അനുമോളും ജീവനുമായി പ്രണയത്തിലായിരുന്നു എന്ന പല വാർത്തകളും എത്തിയിരുന്നു. ബിഗ് ബോസിൽ അനു കണ്ടസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ജീവൻ ഒരു പ്രൊമോഷന്റെ ഭാഗമായി അവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അനുമോളുടെ വിവാഹ വാർത്തകളൊക്കെ എത്തുകയാണ്. അനുമോളുടെ വിവാഹ വാർത്തകളൊക്കെ എത്തുമ്പോൾ നടൻ തമിഴ് നാട്ടിൽ നിന്നുള്ള ഒരാളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നടനാണോ അതോ ബിസിനസ്മാൻ ആണോ? അതെ, മലയാളത്തിൽ ഇതെല്ലാം തമിഴ്നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഇനി മലയാളത്തിലുള്ള ഏതെങ്കിലും സെലിബ്രിറ്റി ആണോ ഇതെന്നും ആരാധകർക്ക് സംശയമുണ്ട്. അനുമോളുടെ വിവാഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു. അനുമോളുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും ഉണ്ടാവില്ല എന്നും അനുമോൾ ബ്രേക്കപ്പിലാണ് എന്നും അങ്ങനെ തുടങ്ങി കുറേ വാർത്തകളൊക്കെ ഇതിനു മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിവാഹം ഉടനെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കാരണമുണ്ട്. നടി അനുമോളുടെ കല്യാണം ഉടൻ ഉണ്ടാകുമെന്ന് ഉറ്റ സുഹൃത്തും നടനും ബിഗ് ബോസ് താരവുമായ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ഷിയാസ് കരീം തുറന്നു പറഞ്ഞതോടെയാണ് ഈ കാര്യങ്ങൾ വീണ്ടും ചർച്ചയായത്. അനുമോളുടെ കല്യാണം ഉടനെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഷിയാസ. എന്നാൽ ഈ വിഷയത്തിൽ അനുമോൾ ഇതുവരെ പരസ്യമായി ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല. കല്യാണം ഉടനെ ഉണ്ടാകും, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കേൾക്കുന്നതല്ലേ, എവിടെയാ വരൻ, ആരാണെന്നൊക്കെ അനുമോൾ തന്നെ പറയും. അനുമോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ എനിക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണെന്നും ഷിയാസ പറയുന്നുണ്ട്. വരനെക്കുറിച്ചുള്ള സൂചനകൾ, അവർ എങ്ങനെ പരിചയപ്പെട്ടു, ചെക്കൻ ആരാണ്, പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കല്യാണത്തിന്റെ സമയത്ത് വെളിപ്പെടുത്തുന്നതാണ് നല്ലതെന്നും ഷിയാസ പറഞ്ഞു. താരങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഷിയാസിന്റെ ഈ വാക്കുകളും ആരാധകർ നിമിഷ നേരം കൊണ്ട് തന്നെ ഏറ്റെടുത്തു. സ്റ്റാർ മാജിക്കിലെ സൗഹൃദം, സഹോദര തുല്യമായ സ്നേഹവും സൗഹൃദവും പരസ്പരം സൂക്ഷിക്കുന്നവരാണ് അനുമോളും ഷിയാസ് കരീമും. സ്റ്റാർ മാജിക് വേദിയിലൂടെയാണ് ഇവരുടെ സൗഹൃദം മലയാളികൾക്ക് സുപരിചിതമാകുന്നത്. അനുമോൾ ബിഗ് ബോസിലായിരുന്നപ്പോഴും വലിയ പിന്തുണയുമായി ഷിയാസ് പുറത്തുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഷോയിലൂടെ തനിക്ക് കിട്ടിയ അനിയത്തിക്കുട്ടി എന്നാണ് അനുവിനെ ഷിയാസ് എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. അനു ബിഗ് ബോസിലായിരുന്ന സമയത്തും പുറത്തു വന്ന ശേഷവും ഒക്കെ ഷിയാസ് നല്ല സപ്പോർട്ടാണ് കൊടുത്തത്. ഇതിനിടയിൽ അനുവിനെ ഏറ്റവും ബാധിച്ച ഒരു കാര്യമായിരുന്നു ജീവനുമായുള്ള ബ്രേക്കപ്പ്. ജീവനുമായുള്ള പ്രണയവും ബ്രേക്കപ്പും എല്ലാം, ജീവനുമായുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഇവർ തമ്മിൽ എന്തോ ഉണ്ടല്ലോ എന്ന് ആരാധകർ അപ്പോഴേ ചികഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ സംഭവം പുറത്തു വന്നത് അനു ബിഗ് ബോസിൽ പോയ ശേഷമാണ്. ബിഗ് ബോസിലേക്ക് ജീവൻ വന്നപ്പോൾ എന്റെ ജീവിതം തകർത്തയാൾ എന്ന രീതിയിലുള്ള പ്രസ്താവനകളും കരച്ചിലും വാക്കുകളും ഒക്കെ അനുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇരുവരും അധികം സംസാരിക്കാത്തതും അനു ഒഴിഞ്ഞു മാറി നടക്കുന്നതും എല്ലാം ആരാധകർ ശ്രദ്ധിച്ചു. എന്നാൽ അതിനുശേഷം ജീവനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. അനുമോളും ജീവനും ലിവിംഗ് ടുഗദർ ആയിരുന്നു എന്നും അനു ജീവന്റെ വീട്ടിൽ താമസിച്ചിരുന്നു എന്നും അനുവിന്റെ നിയന്ത്രണത്തിലായിരുന്നു ജീവൻ എന്നും ഒക്കെയാണ് പുറത്തു വന്നത്. എവിടെയെങ്കിലും പോകണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലും അനുവിന്റെ പെർമിഷൻ വേണമെന്നൊക്കെയാണ് പുറത്തു വന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നും നമുക്കറിയില്ല.